ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഫോൺ പേ ക്യാഷ് ബാക്ക് ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായെങ്കിലും ഇപ്പോഴും ആൾക്കാർക്കറിയില്ല ഇത് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. സോ അതിനും കൂടി പറ്റിയൊരു വീഡിയോ ആണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ഉപയോഗിച്ചെടുക്കാമെന്ന്. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കേണ്ട, ഡിംബി വ്ളോഗ്സ്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. നമുക്ക് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബാക്ക് ഫസ്റ്റ് അപ് ടു 100 ഓൺ എവരി പേയ്മെൻറ്റ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓഫേഴ്സ് ആൻഡ് ക്യാഷ് ബാക്ക് എന്ന് ഫോൺ പേയുടെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, റിവാർഡ്സ്. അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും മേളിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമുണ്ട്. അതിൽ ഞെക്കുമ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് ബാക്ക് അതിൽ കാണിക്കും. 1 രൂപ ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഇൻ ഫോൺ പേ ഗിഫ്റ്റ് കാർഡ്, 3 രൂപ, 2 രൂപ, അങ്ങനെ കുറേ കാണിക്കും. എനിക്കിതിൽ കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിലേതെങ്കിലും ഒരു ക്യാഷ് ബാക്കിൻ്റെ ബോക്സിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവ്ഡ് ഇൻ ഫോൺ പേ ഗിഫ്റ്റ് കാർഡ്, അത് കിട്ടിയ ഡേറ്റ്, അതിൻ്റെ ഇതൊക്കെ കാണിച്ച് ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ തന്നെ ചെക്ക് ഗിഫ്റ്റ് കാർഡ് ബാലൻസ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ ബാലൻസ് അതിൽ കാണിക്കും. എനിക്കിപ്പോൾ 17 രൂപ ഇതിൽ ബാലൻസ് ഉണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. 17 രൂപ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു 17 രൂപ വെച്ച് നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറേ പേർക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. ഈ ഗിഫ്റ്റ് കാർഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നേരെ ഇപ്പം ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്, അതായത് ഞാനെന്നല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഡാറ്റ, അതായത് നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് എയർടെൽ ആണെങ്കിൽ 23, 26, ജിയോ ആണെങ്കിൽ 11, അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഉണ്ടല്ലോ. 1 GB, 1.5 GB, 2 GB. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സിമ്മ് തന്നെയാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സിമ്മ് എയർടെല്ലാണ്. എയർടെല്ലിനിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്തത് 26-ൻ്റെ ഓഫറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് എൻ്റെ തൊട്ട് മേളിൽ തന്നെ എയർടെൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പ്രൊസീഡ് ടു പേ എന്നും പറഞ്ഞ് വരും. പ്രൊസീഡ് ടു പേ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ തന്നെ ഒരു പേജ് ഓപ്പൺ ആകും. ക്യാഷ് ബാക്ക് ഫോൺ പേ ഗിഫ്റ്റ് കാർഡ്, അതിൽ അവൈലബിൾ ബാലൻസ് 17 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 17 നമ്മളുള്ളത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതായത് എൻ്റെ അക്കൗണ്ട് വരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 9 രൂപ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി എൻ്റെ നെറ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു പ്രൊസീഡ് ടു പേ അല്ലെങ്കിൽ പേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാഷ് ബാക്ക് കാർഡിൽ നിന്ന്, ഫോൺ പേ ഗിഫ്റ്റ് കാർഡിൽ നിന്ന് 17 രൂപയും പൊക്കോളും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 9 രൂപയെ പോകുള്ളൂ. അതല്ല നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് പോകും. ടിക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ 26 രൂപ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കുറവാണെങ്കിലും ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 17 രൂപ നമ്മുടെ ഗിഫ്റ്റ് കാർഡിൽ നിന്ന് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഓൾറെഡി എൻ്റെ 2 GB നെറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ക്യാഷ് ബാക്കിൽ നിന്നുള്ള എമൗണ്ട് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.